ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് കടച്ചക്ക പറിക്കാൻ പോവാണ് കേട്ടോ. കടച്ചക്ക പറിച്ച് തോരൻ വെക്കുന്ന വീഡിയോയാണ്. അപ്പം നമുക്ക് കടച്ചക്ക പറിക്കാനായിട്ട് താഴോട്ട് പോകാതെ പറപ്പിലോട്ടെ. എനിക്ക് കുറേ ദിവസമായിട്ട് പനി തുടങ്ങിയിട്ട് കുറയുന്നില്ല ഗൈസ്. അമ്മയുണ്ട്, കുഞ്ഞായുണ്ട്, അച്ഛനുമുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയാണ് കടച്ചക്ക പറിക്കാൻ പോകുന്നത്. കുഞ്ഞിങ്ങോട്ട് നോക്കി. അമ്മ ഒരെണ്ണം പറിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് അമ്മ എടുത്തോട്ട് പോകാം. വീണോ? ചിച്ചി, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ അംഗൻവാടി പോകുന്ന അടുത്ത ദിവസം അടുത്ത വീഡിയോ ഉണ്ട്. ഞങ്ങൾ അംഗൻവാടി പോവാ അല്ലേ? പറഞ്ഞേ. ഇതാ അമ്മ ഇവിടെ ഒരു തോട്ടിയൊക്കെ ആയിട്ട് പറിക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വിളഞ്ഞില്ല സത്യം പറഞ്ഞെങ്കിൽ. അത്യാവശ്യം വിളവായതേ ഉള്ളൂ കേട്ടോ. അതാ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇതാ ഒരെണ്ണം അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വിളവായതാണ്. അമ്മ അത് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാ എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് തോരനല്ല നമ്മൾ വെക്കുന്ന മെഴുക്കുരട്ടിയാണ് കേട്ടോ. തോരൻ്റെ വീഡിയോ നേരത്തെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും ഒന്ന് കാണണേ. ഇതാണ് നമ്മുടെ പ്ലാവ്. നിറച്ച് ചക്കയുണ്ട് കേട്ടോ. ഇത് എന്തോ വീഡിയോ എടുത്തിട്ട് എന്തോ മഴക്കാറിൻ്റെയോ എന്തോ ആണ്, കാണാത്തതാണ് കേട്ടോ. നിറച്ച് ചക്കയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഈ കടച്ചക്ക ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് കടച്ചക്ക എന്നാണ് പറയുന്നതെന്നും കമന്റ് ചെയ്യണം. നമ്മള് ചക്കയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിക്കാവേ ചക്കയെ. ചക്ക പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നേരത്തെ തന്നെ തോരൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് മെഴുക്കുരട്ടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് ആദ്യം നമുക്ക് ചെത്തിയെടുക്കണം. ഇത് അരക്കുണ്ട് കേട്ടോ. നമ്മൾ ഈ ഇങ്ങനെ ചക്കയിലെ വെളുത്ത് വരുന്ന ഇതിന് അരക്കെന്നാണ് നമ്മുടെ ഇവിടെയൊക്കെ ഇടുക്കിയിലൊക്കെ പറയുന്നത്. ഓരോരുത്തർക്കും പശ എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ചക്ക നമുക്ക് ഈ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളയണം. ചെത്തി വെള്ളത്തിൽ അരിഞ്ഞിടണം. അപ്പം നമുക്ക് അത് ചെയ്തിട്ട് വരാവേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. കയ്യിൽ അരക്കൊന്നും പറ്റാതിരിക്കാനായിട്ടാണ്. ഇത് ചെത്തുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അരക്ക് പറ്റാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് കയ്യിലൊന്നും അരക്ക് പറ്റാതിരിക്കാനായിട്ട് കയ്യിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ ചക്ക എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ അങ്ങോട്ട് ചെത്തിയെടുക്കാം. ഞാൻ വെളിച്ചെണ്ണ തേച്ച് കൊടുത്ത് കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. കാരണം അങ്ങോട്ട് തെന്നുമായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് അങ്ങ് തെന്നി പോവുമായിരുന്നു. അതുമല്ല, കത്തിക്കൊരു ശകല മൂർച്ചക്കറവും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കുള്ള ബലം മൊത്തം എടുത്താണ് ഞാനിത് ചെത്തുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകും. നന്നായിട്ട് അടുക്കളയിൽ ജോലി ചെയ്യുന്ന അമ്മമാർക്കൊക്കെ കാണുമ്പോഴേ മനസ്സിലാകും ഞാൻ ബലം പിടിച്ചാണ് ഇത് ചെത്തുന്നതെന്ന്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് വേഗം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുത്തുകൊണ്ട് വരാവേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് തീയൽ വെക്കാനും ഒക്കെ അടിപൊളിയാണ്. തീയലിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ തീയലിൻ്റെ വീഡിയോ അടുത്ത ദിവസം ഇത് ചക്ക നന്നായിട്ട് വിളഞ്ഞതിന് ശേഷം ഇടാം കേട്ടോ. പിന്നെ തോരൻ്റെ വീഡിയോ എല്ലാവരും കയറി കാണണം. എനിക്ക് പക്ഷെ മെഴുക്കുരട്ടിയെക്കാളിലും കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം തോരനാണ്. അപ്പം നമ്മൾ ഇടയ്ക്കും വഴിക്കും ഒക്കെ നമ്മൾ മെഴുക്കുരട്ടി വെക്കാറുണ്ട് കേട്ടോ. അപ്പം ഇന്ന് മെഴുക്കുരട്ടി ആക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒന്ന് വീഡിയോയും കൂടെ ചെയ്ത് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഈ തൊലിയൊക്കെ വേഗം ഒന്ന് ചെത്തിയെടുത്തിട്ട് ഓടി വരാം കേട്ടോ. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതൊന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് ചീമച്ചക്ക എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പറയുന്നുണ്ടോ? വേറെ എന്തൊക്കെ പേരാണ് ഇതിന് പറയുന്നത്? ഇത് വെച്ച് വേറെ വെറൈറ്റി എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതും കൊണ്ട് ചക്കച്ചില്ലി ഉണ്ടാക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് ഒരു പാത്രം എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ പാത്രത്തിലേക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവേ. ഉപ്പ്
അരക്കപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇത് കറുത്ത് പോകാതിരിക്കാനായിട്ടാണ് കേട്ടോ. ഇത് അരിഞ്ഞു കഴിഞ്ഞ് വെള്ളത്തിലിട്ടില്ലെങ്കിൽ ഇത് കറുത്ത് പോകും, കറയായി പോകും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് എന്തേലും വലുപ്പം വേണോ ആ വലുപ്പത്തിൽ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ കൂഞ്ഞിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇതിന് കൂഞ്ഞി എന്നാണ് പറയുന്നത്. ഇതുപോലെ ഇതൊന്ന് ചെത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് നമുക്ക് ഇത് വെള്ളത്തിലേക്ക് ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കാം. ഇതുപോലെയാണ് ഞാൻ ഒരുപാട് വലുതാക്കുന്നില്ല, എന്നാൽ ഒരുപാട് ചെറുതുമാക്കുന്നില്ല. ഇതുപോലെ ഒരു മീഡിയം സൈസായിട്ട് അല്ല, അത്യാവശ്യം ചെറുതായിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാവേ. ഇതുപോലെ എല്ലാം ഒന്ന് വേഗം പോയി അരിഞ്ഞെടുത്തിട്ട് ഓടി വരാവേ. അപ്പോൾ ഞാൻ വേഗം പോയി ഇവിടെ ചക്കയൊക്കെ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കയൊക്കെ കഴുകി ഒരു 3-4 വട്ടം കഴുകിയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മൺചട്ടിയിലാണ് നമ്മൾ മെഴുക്കുവരട്ടി വെക്കാൻ പോകുന്നത്. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പം നമ്മൾ ഇതുപോലെ ചക്കയൊന്ന് കഴുകി ഈ ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചക്ക എടുത്ത് കൊടുക്കാവുന്നതാണ്. അത്യാവശ്യം നന്നായിട്ട് വിളഞ്ഞ് മുഴുത്ത ചക്കയാണെങ്കിൽ അതിൻ്റെ പാതിയൊക്കെ മതിയായിരിക്കും. ഇത് കുറച്ചുകൂടെ വിളയണമായിരുന്നു, എന്നാലും ഒരുപാട് പിഞ്ചല്ല കേട്ടോ. എന്നാലും അത്യാവശ്യം വിളഞ്ഞതാണ്. കുറച്ചുകൂടെ വിളഞ്ഞാൽ കുറച്ചുകൂടെ കൊള്ളാം, അത്രയേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ. പിന്നെ ചേർത്ത് കൊടുത്തത് മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ആവശ്യത്തിനൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ 1/2 കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തോണ്ട് ഓടി വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്ക വെന്ത് വരാനായിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ചട്ടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കൂടുതൽ വേണ്ട ഇത് വെന്ത് വരാനായിട്ട്. ഒരു 7-8 മിനിറ്റ് മതിയാവുകയെ. ചെറിയ തീയിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അത് വെന്ത് വരുന്ന സമയത്ത് 1/2 കപ്പ് ചുവന്നുള്ളി ഞാൻ പൊളിച്ച് കഴുകിയെടുത്ത് വൃത്തിയാക്കി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കല്ലിലിട്ട് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക, അത്രയും മതി. ഒരുപാട് അരഞ്ഞു പോകാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ വെന്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് അതേ ചട്ടി ഞാൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്ക് കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. അതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തേങ്ങാക്കൊത്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 പീസോളം തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞത് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചുവന്നുള്ളിയാണ്. അത് ചെറുതായിട്ട് തേങ്ങ ഒന്ന് ബ്രൗൺ കളർ ആയതിന് ശേഷം നമുക്ക് ചുവന്നുള്ളി ചതച്ചെടുത്തത് ഒന്ന് ചേർത്ത് കൊടുക്കാവേ. ചുവന്നുള്ളിയൊക്കെ ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുക. നമുക്കിത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാടങ്ങ് ഫ്രൈ ആവേണ്ട കാര്യമില്ല. ഈ ചുവന്നുള്ളി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, നമ്മൾ ഈ ഉള്ളിച്ചോറ് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഉള്ളിച്ചോറിൽ ഈ ഉള്ളി മൂപ്പിച്ചിട്ടുള്ള ആ ചോറിൻ്റെ പൊന്നു എന്നാ ടേസ്റ്റാണെന്നറിയാവോ? അങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. ഈ സമയം തന്നെ നല്ലൊരു മണം വരും കേട്ടോ. ഈ ഉള്ളി മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു മണമാണ്. അപ്പം പ്രത്യേകിച്ച് നമുക്ക് ഈ ഉള്ളി വഴണ്ട് വരുന്ന സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ചക്കയ്ക്ക് നേരത്തെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അതുകൊണ്ട് നോക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചക്ക ഒരു 90% വെന്ത് വന്നേക്കുന്ന ചക്കയാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് വേഗം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മുടെ ഈ ചുവന്നുള്ളിക്കകത്തൊക്കെ കിടന്ന് ബാക്കി ഉള്ളതും കൂടെ ഒന്ന് വെന്ത് വരണം. അതുവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട് കേട്ടോ.
ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. നല്ല ഫ്രഷ് പെപ്പർ പൗഡറാണ്. നമ്മൾ വീട്ടിൽ തന്നെ കുരുമുളക് പറിച്ച് ഉണക്കി പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള കുരുമുളക് പൊടിയാണ്. നമ്മുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ശകലം പച്ച വെളിച്ചെണ്ണ ഇതിന് മണ്ടയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഇളക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരാനായിട്ട് ഒന്ന് സമയം കൊടുക്കുക കേട്ടോ. ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊരു 3-4 മിനിറ്റും കൂടി വേവിച്ചെടുക്കാവേ. അതായത് നന്നായിട്ട് അങ്ങോട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തോർന്ന് വരാനായിട്ട് ഇട്ട് കൊടുക്കുക. നല്ലതായിട്ട് അങ്ങോട്ട് വഴണ്ട് വരും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടച്ചക്ക മെഴുക്കുരട്ടിയാണ്. അപ്പോൾ ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം ഓടി വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.